ലോകത്ത് ആദ്യമായി നടക്കുന്ന മഹാസർപ്പ യജ്ഞത്തിന് പാലക്കാട് വേദിയാകുന്നു. പാലക്കാട് ധോണിയിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഫാമിന് മുൻവശത്തുള്ള പഴമ്പുള്ളി ദേശത്താണ് ഇതിനായി യജ്ഞശാല ഒരുങ്ങുന്നത്. അറിഞ്ഞോ അറിയാതെയോ നാം എല്ലാവരും ഭൂമിദേവിയോടും അതിലെ ജീവജാലങ്ങളോടും തെറ്റ് ചെയ്തവരാണ്. വീണ്ടും വിചാരമില്ലാതെ മരങ്ങൾ മുറിക്കുന്നു, ഭൂമി കുഴിച്ചെടുക്കുന്നു, അതിലെ ജീവജാലങ്ങളെ അറിഞ്ഞോ അറിയാതെയോ കൊന്നൊടുക്കുന്നു. പാമ്പുകൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നാശത്തിന് ഇത് വഴിവെക്കുന്നു. നാം അറിയാതെ ചെയ്തു പോകുന്ന ഇത്തരം പ്രവർത്തികൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിലേറെയും പങ്ക് സർപ്പദോഷങ്ങളാണ്. സർപ്പദേവതകളുടെ പ്രീതിക്കായി പൂജകൾ നടത്തുകയാണ് അഭികാമ്യം. ഇതിനായാണ് മഹാസർപ്പയജ്ഞം സംഘടിപ്പിക്കുന്നത്. സൈന്ധവ പ്രതിഷ്ഠാനമാണ് ലോകത്തിൽ ആദ്യമായി നടക്കുന്ന മഹാസർപ്പയജ്ഞത്തിന് പാലക്കാട് വേദിയൊരുക്കുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ വ്യാപകമായി കണ്ടുവന്നിരുന്ന സർപ്പക്കാവുകൾ നശിപ്പിച്ചതും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കൂടി ഉതകുന്നതുമായ ഇത്തരം കാവുകൾ ഇല്ലാതായത് എല്ലാ തരത്തിലും ജനങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ടെന്നും ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ മുൻ DGP അലക്സാണ്ടർ ജേക്കബ് പറയുന്നു. അയാൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, എന്ത് സർപ്പക്കാവ്, ഞാനിപ്പോ അതിന്റെ ഇടപാട് തീർത്തരാന്ന് പറഞ്ഞ് ഒരു മണ്ണുമാന്തി ഒരു സാധനം കൊണ്ടുവന്നിട്ട് സർപ്പക്കാവിന്റെ അവിടെ ഇങ്ങനെ ഒരു പിടി പിടിച്ച് ഇങ്ങോട്ട് എടുക്കുകയും ഫോൺ വന്നു ഹൈദരാബാദിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സെർബിൾ സ്ട്രോക്ക് ഉണ്ടായിരുന്നു, തളർന്നുപോയെന്ന്. യന്ത്രോടെ വെച്ചിട്ട് അയാൾ തിരിച്ച് ഭാര്യയുടെ അടുത്ത് പോയി. പിന്നെ കേരളത്തിൽ വന്നിട്ടില്ല. മഹാസർപ്പയജ്ഞത്തിനായി പാലക്കാട് ധോണിയിലെ പഴമ്പുള്ളി ദേശത്ത് 22 ഏക്കറോളം പരന്നു കിടക്കുന്ന സഹ്യമലനിരകൾക്ക് അഭിമുഖമായ സ്ഥലത്താണ് മഹാസർപ്പയജ്ഞത്തിനുള്ള വേദിയൊരുക്കുന്നത്. 2000 പേർക്ക് ഒരേ സമയം മഹാസർപ്പയജ്ഞത്തിൽ പങ്കെടുക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബ്രഹ്മശ്രീ അമ്പോറ്റി തമ്പുരാന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാസർപ്പയജ്ഞം നടക്കുന്നത്. തുടർച്ചയായി 2 ദിവസങ്ങളിലായി നടക്കുന്ന മഹാസർപ്പയജ്ഞത്തിനായുള്ള കർക്കശമായ സാധനാനുഷ്ഠാനങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി വരികയാണ്. സർപ്പകോപത്തിന്റെ അനന്തരഫലങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാൻ ഇത്തരം യജ്ഞങ്ങളിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് അമ്പോറ്റി തമ്പുരാൻ പറഞ്ഞു. അവനവന്റെ കർമ്മം എന്താണ്, അവനവന്റെ ജീവിതത്തിൽ എന്തിനു വേണ്ടി, ഇതാണ് ജീവിതത്തിലെ എല്ലാവരുടെയും ചോദ്യചിഹ്നം. ഈ ചോദ്യചിഹ്നത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ നമ്മുടെ വഴിയിലുള്ള തടസ്സങ്ങളെ മുഴുവനും വിച്ഛേദിച്ച് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയൊരു ഉപാധിയാണ് സർപ്പാരാധന, സർപ്പപ്രീതി. സർപ്പയജ്ഞം പോലുള്ള മഹായജ്ഞങ്ങളെല്ലാം വലിയ ഒരു സാധനയ്ക്ക് വഴി തുറന്നു തരും. എല്ലാ ഭക്തരും എല്ലാ ജനങ്ങളും അതിലേക്ക് മുഴുകി പ്രകൃതീശ്വരന്റെ ചൈതന്യത്തിന് പാത്രീഭൂതരാവണം. സെപ്റ്റംബർ 22 രാവിലെ 5 മണി മുതൽക്ക് മഹാസർപ്പയജ്ഞവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. സർപ്പയജ്ഞത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യണം. മഹാസർപ്പയജ്ഞത്തിന് മുന്നോടിയായിട്ടുള്ള യാഗശാല സമർപ്പണം സെപ്റ്റംബർ 9 രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ നിർവഹിച്ചു. ബ്രഹ്മശ്രീ അമ്പോറ്റി തമ്പുരാൻ, സ്വാമി പ്രഭാകരാനന്ദ, മോഹനൻ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ സുകുമാരൻ, കേണൽ സുധി, രവീന്ദ്രൻ, സൂര്യനാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ആളുകൾ മഹാസർപ്പയജ്ഞത്തിൽ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും ആളുകളെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് സൈന്ധവ പ്രതിഷ്ഠാന ഭാരവാഹികൾ അറിയിച്ചു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരെ യജ്ഞത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ആദ്യമായി നടക്കുന്ന മഹാസർപ്പയജ്ഞത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്കായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം യജ്ഞശാലയ്ക്ക് സമീപം തന്നെ ഒരുക്കി കഴിഞ്ഞു.